ഒരു കടുവയുടെ കഥ പറയാം. ഒരു ദിവസം കാട്ടിൽ ചുമ്മാ നടക്കാനിറങ്ങിയ കടുവയ്ക്ക് ഒരു സംശയം. തന്റെ ശരീരത്തിൽ നിന്നും എന്തോ ദുർഗന്ധം വമിക്കുന്നത് പോലെ. അത് സത്യമാണോ അതോ തനിക്ക് തോന്നുന്നതാണോ എന്നാണ് കടുവയുടെ സംശയം. കാട്ടിൽ ചുറ്റിക്കറങ്ങി എല്ലാവരോടും ചോദിച്ച് കാര്യം ഉറപ്പിക്കാമെന്ന് കടുവ കരുതി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കടുവയ്ക്ക് മുന്നിലേക്ക് ആദ്യം ഒരു മാനാണ് കടന്നു വന്നത്. മാനിനോട് കടുവ ചോദിച്ചു, എന്റെ ശരീരത്തിന് ദുർഗന്ധമുണ്ടോ? മാൻ ഉള്ളതുപോലെ പറഞ്ഞു, നല്ല ദുർഗന്ധമുണ്ട്, പറ്റുമെങ്കിൽ ഒന്ന് പോയി കുളിക്കൂ. ഇതായിരുന്നു മാനിന്റെ മറുപടി. തന്റെ ശരീരത്തിന് ദുർഗന്ധമുണ്ടെന്ന് മുഖത്തു നോക്കി പറഞ്ഞത് കടുവയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കടുവ ചാടി വീണ് മാനിനെ കൊലപ്പെടുത്തി. വീണ്ടും മുന്നോട്ട് നടന്ന കടുവ ഒരു കുരങ്ങനെ കണ്ടു. അങ്ങനെ കുരങ്ങനോട് കാര്യം ചോദിച്ചു. മാനിനെ കൊന്നത് കണ്ട കുരങ്ങൻ തന്റെ ബുദ്ധി പ്രയോഗിച്ചു. താങ്കളുടെ ശരീരത്തിന് ഒരു ദുർഗന്ധവുമില്ല, സുഗന്ധം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു കുരങ്ങന്റെ മറുപടി. കുരങ്ങന്റെ മറുപടിയും കടുവയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. തന്റെ ശരീരത്തിന് സുഗന്ധമാണ് ഉള്ളത് എന്ന് പറയുന്നതിലൂടെ കുരങ്ങൻ തന്നെ പരിഹസിക്കുകയാണെന്ന് കടുവ കരുതി. കുരങ്ങനെയും കടുവ കൊന്നു. വീണ്ടും മുന്നോട്ട് നടന്ന കടുവ ഒരു കുറുക്കനെ കണ്ടു. കുറുക്കനോടും ചോദ്യം ആവർത്തിച്ചു. മാനിന്റെയും കുരങ്ങന്റെയും അവസ്ഥ കണ്ട കുറുക്കൻ തനിക്ക് ജലദോഷമാണെന്നാണ് കടുവയോട് പറഞ്ഞത്. മൂക്കടപ്പ് കാരണം മണമൊന്നും ശരിക്കും മനസ്സിലാകുന്നില്ല എന്ന് കുറുക്കൻ ആണയിട്ടു. ഇത് കേട്ട കടുവ കുറുക്കനെ വെറുതെ വിട്ടു. വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു. ഒരു നിലപാടില്ലാത്തതുകൊണ്ടാണ് കുറുക്കനെ കടുവ വെറുതെ വിട്ടത്. നമ്മുടെ ലോകം പലപ്പോഴും ഇങ്ങനെയാണ്. സ്വന്തം നിലപാട് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രശ്നങ്ങളിൽ അകപ്പെടുന്നത്. ഒരു നിലപാടുമില്ലാത്ത ആളാണ് താനെന്ന തരത്തിൽ എല്ലാവരെയും സുഖിപ്പിച്ച് ജീവിച്ചാൽ ഒരിക്കലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരില്ല. എന്നാൽ സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ സാധിക്കാതെ എത്ര കാലം ജീവിച്ചിട്ട് എന്താണ് കാര്യം? അഭിപ്രായം നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗം കൂടിയാണ്. അത് പ്രകടിപ്പിക്കാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം.